Hello everyone. KEAM Kerala Engineering and Medical Entrance Exam in the notification വന്നിട്ടുണ്ട് 2025 സോ ഏപ്രിലാണ് എക്സാം എന്നുള്ള ഡേറ്റ്സ് മുന്നേ തന്നെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും മാത്രമേ എൻട്രൻസ് എക്സാമുകൾ ഉള്ളൂ എങ്കിലും മെഡിക്കൽ അലൈഡ് പോലെയുള്ള ആർക്കിടെക്ചർ പോലെയുള്ള എല്ലാ കോഴ്സുകളിലേക്കും അഡ്മിഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന കീമിൻ്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇതാണ് പുറത്തുവിട്ടുള്ള നോട്ടിഫിക്കേഷൻ. അതിൽ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പോകാം. അവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സസ് മെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയുന്നതിൽ MBBS, BDS, BHMS എന്ന് പറയുന്ന ഹോമിയോ, ആയുർവേദ, സിദ്ധ, യുനാനി ഇത്രയാണ് മെഡിക്കൽ കോഴ്സസ്. മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലാണ് BSc നഴ്സിംഗ് പോലുള്ള കോഴ്സുകളൊക്കെ വരുന്നത്. BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, കോർപ്പറേഷൻ ബാങ്കിങ്, അഗ്രികൾച്ചർ ബിസിനസ് മാനേജ്മെന്റ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, ബിടെക് അതായത് മെഡിക്കൽ അലൈഡിലുള്ള ബിടെക് ഉണ്ട്. ബയോടെക്നോളജി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലാണ്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലാണ്. അതുപോലെ തന്നെ വെറ്ററിനറി സയൻസ്, ബാച്ചിലർ ഓഫ് വെറ്ററിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി അതായത് മൃഗ ഡോക്ടർ ആകുന്ന വെറ്ററിനറി കോഴ്സ്, അതുപോലെ തന്നെ ഫിഷറി സയൻസ്, ഇതാണ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ. മറ്റു കോഴ്സുകൾ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിടെക് കോഴ്സസ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലുള്ളതുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലുള്ളതുണ്ട്, അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ളത് ഉണ്ട്. അതുപോലെ ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ബിടെക് ഫുഡ് ടെക്നോളജി കോഴ്സസ് അണ്ടർ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. ഇനി ബിടെക് ഡയറി ടെക്നോളജി ആൻഡ് ബിടെക് ഫുഡ് ടെക്നോളജി കോഴ്സസ് അണ്ടർ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി. പിന്നെ പറഞ്ഞ ബിടെക് ഫുഡ് ടെക്നോളജി അണ്ടർ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ്. സോ ബിടെക് കോഴ്സുകൾ പല ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് അണ്ടറിലുള്ളത്. എല്ലാത്തിനും എക്സാം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അപ്ലിക്കേഷൻ ഇത് തന്നെയാണ്. പിന്നെ ഉള്ളത് ഫാർമസി, ഓക്കെ. അതേപോലെ തന്നെ ആർക്കിടെക്ചറിലേക്കുള്ള BArch കോഴ്സ്. ഇവിടെയൊക്കെ സ്റ്റാറുകൾ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാർ എന്താണ് എന്നുള്ളത് അടുത്ത പേജിൽ പറയുന്നു. ആ ഫസ്റ്റ് സ്റ്റാർ മെഡിക്കൽ കോഴ്സുകൾക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ആദ്യത്തെ സ്റ്റാർ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കാണ്. സോ അവിടെ പറയുന്നത് കാൻഡിഡേറ്റ് സീക്കിംഗ് അഡ്മിഷൻ ടു എനി ഓഫ് ദ മെഡിക്കൽ അലൈഡ് കോഴ്സസ് ഷുഡ് കമ്പൽസറിലി അപ്പിയർ ആൻഡ് ക്വാളിഫൈ ദ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. അതായത് NEET UG ആണ് അതിന്റെ ക്വാളിഫയിങ് എക്സാമിനേഷൻ അഥവാ അതിന്റെ എൻട്രൻസ് എക്സാം മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ. നൗ കമ്മീഷണർ for entrance examination will conduct entrance examination for admission to engineering and pharmacy. So രണ്ട് സ്റ്റാർ ഇട്ട് കൊടുത്തിരുന്ന എഞ്ചിനീയറിംഗും ഫാർമസിക്കും എൻട്രൻസ് എക്സാമിനേഷൻ നടത്തും. അതിന് മാത്രം ആ കോഴ്സുകൾക്ക് മാത്രമാണ്. അപ്പോൾ പിന്നെ ഉള്ളത് ആർക്കിടെക്ചർ കോഴ്സാണ്. സോ കാൻഡിഡേറ്റ് സീക്കിംഗ് അഡ്മിഷൻ ടു BR കോഴ്സസ് ഷുഡ് കമ്പൽസറിലി അപ്പിയർ ഫോർ NATA, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ. കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന NATA എക്സാമിന് നിങ്ങൾ അല്ലെങ്കിൽ NATA എക്സാമിന്റെ സ്കോർ ആണ് വേണ്ടത്. NATA എക്സാമിന്റെ ഡീറ്റെയിൽസ് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. കഴിഞ്ഞ വർഷം NATA അറ്റംപ്റ്റ് ചെയ്ത സ്റ്റുഡൻസിന് ആ NATA സ്കോർ ഈ വർഷവും വാലിഡ് ആണ്, ഗിവൺ ദാറ്റ് യു ആർ നോട്ട് അറ്റംപ്റ്റിംഗ് ഓൾ ദ 3 ടേക്സ് ഇൻ ദിസ് ഇയർ. അതായത് ഒരു വർഷം NATAക്ക് നമുക്ക് 3 അറ്റംപ്റ്റുകൾ കൊടുക്കാം. ആ 3 എണ്ണവും ഇപ്രാവശ്യം 2025 നിങ്ങൾ 3 അറ്റംപ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ 2024 സ്കോർ NATA സ്കോർ ഇൻവാലിഡ് ആകും. എന്നാൽ ഇപ്രാവശ്യം നിങ്ങൾ 1-2 അറ്റംപ്റ്റുകൾ മാത്രമാണെങ്കിൽ 2024 സ്കോറും നിങ്ങൾക്ക് വാലിഡ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ ബെസ്റ്റ് 1 ഓഫ് ദ 3 ആണ് കൺസിഡർ ചെയ്യുക. സോ ആ കാണുന്ന ആർക്കിടെക്ചറിന് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ NATA എക്സാം ജൂൺ 30 മുന്നേ നിങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ കണ്ടക്റ്റഡ് ബൈ ദ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ഓൺ ഓർ ബിഫോർ ജൂൺ 30th ജൂൺ 2025. സോ ഈ വർഷം ജൂൺ മാസം 30 മുന്നേ നിങ്ങൾ NATAയിൽ നല്ലൊരു സ്കോർ വാങ്ങിയാൽ നിങ്ങൾക്ക് ആർക്കിടെക്ചറിലേക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മെഡിക്കൽ ആണെങ്കിലും എഞ്ചിനീയറിംഗിലാണെങ്കിലും ഫാർമസി, ആർക്കിടെക്ചർ ഇതിനൊക്കെ നിങ്ങൾ കീം അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ ഡിഫറെൻറ്റ് കോഴ്സുകൾക്ക് ഡിഫറെൻറ്റ് എൻട്രൻസ് എക്സാം ആണ്. കേരള എൻട്രൻസ് കമ്മീഷണർ എൻട്രൻസ് എക്സാം നടത്തുന്നത് ഫാർമസിക്കും അതേപോലത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കും മാത്രമാണ്. മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ വർഷങ്ങളിലെയും പോലുള്ള വെബ്സൈറ്റ് തന്നെയാണ്. മോഡ് ഓഫ് സബ്മിഷൻ ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 20 സ്റ്റാർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ മാർച്ച് 10 വരെയാണ്. ആക്ച്വലി വളരെ കുറഞ്ഞ ടൈം ഡ്യൂറേഷനേ ഉള്ളൂ, കാരണം ഫെബ്രുവരി 28 ഡേയ്സേ ഉള്ളൂ. സോ ഒരു 18 അല്ലെങ്കിൽ 19 ദിവസം ഒക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കിട്ടുന്നത്. അത് തന്നെ ആ മാർച്ച് 10 5 PM വരെയാണ്, നൈറ്റ് വരെ അല്ല, 5 PM വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. ഇനി ചില സർട്ടിഫിക്കറ്റ്സ്, അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ നമുക്ക് മാർച്ച് 15 വരെ അപ്ലോഡ് ചെയ്യാനുള്ള ടൈമുണ്ട്. മാർച്ച് 15 വൺസ് അഗൈൻ 5 PM വരെ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. ഓക്കെ. എലിജിബിലിറ്റി ഫോർ അഡ്മിഷൻ, ഡിഫറെൻറ്റ് കോഴ്സുകളിലേക്കുള്ള എലിജിബിലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് നേറ്റിവിറ്റി
കേരള നോൺ കേരള സീറ്റുകളുണ്ട്. കേരള സ്റ്റുഡൻസിന് പ്രത്യേക റിസർവേഷൻ ഉള്ളതുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നീറ്റിൻ്റെ കേസിൽ ഓൾ ഇന്ത്യ കോട്ട, കേരള അല്ലെങ്കിൽ സ്റ്റേറ്റ് കോട്ട എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ കേരളൈറ്റ് ആണെങ്കിൽ അത് നേറ്റിവിറ്റി തെളിയിക്കാൻ വേണ്ട സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടത് SSLC സർട്ടിഫിക്കറ്റിലുള്ള നേറ്റിവിറ്റി അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ മതി. മറ്റ് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ, നോൺ കേരളൈറ്റ് എന്ന് പറഞ്ഞ ഡിഫറെൻറ്റ് കാറ്റഗറികൾ കൊടുത്തിട്ടുണ്ട്. പാരൻസ് കേരളൈറ്റ്സ് അല്ലാത്ത കേസുകൾ, അല്ലെങ്കിൽ കേരളത്തിൽ താമസിച്ച എത്ര വർഷം കേരളത്തിൽ താമസിച്ചവർക്കൊക്കെ കേരളൈറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നോൺ കേരളൈറ്റ് കാറ്റഗറി തന്നെ സെക്കൻഡ് കാറ്റഗറിയുടെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഇനി അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ അത് നേറ്റിവിറ്റിയും വേണം. അത് കൂടാതെ തന്നെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അതാത് കോഴ്സ് ഫോർ അഡ്മിഷൻ ടു MBBS BDS കോഴ്സുകളാണെങ്കിൽ ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ ബയോടെക്നോളജി ആൻഡ് ഇംഗ്ലീഷ് അതെല്ലാം പാസ്സായിരിക്കണം. പിന്നെ 50% മാർക്സ് ടേക്കൻ ടുഗദർ ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ ബയോടെക്നോളജി. സോ ടോട്ടൽ 50%. നൗ BAMS BHMS കോഴ്സുകൾക്കാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് പാസ്ഡ് ആയിരിക്കണം. അതേപോലെ തന്നെ മിനിമം 50% ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതിൽ ബയോടെക്നോളജി ഇൻക്ലൂഡഡ് അല്ല. സോ അതാണ് ചെറിയൊരു ഡിഫറൻസ് ഉള്ളത്. ഇനി BSMS കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ഡീറ്റെയിൽസ് ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഇൻഡിവിജ്വലി ആൻഡ് 50% മാർക്ക് ടുഗദർ. 50% മാർക്സ് ടേക്കൻ ടുഗദർ ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആർ എലിജിബിൾ. അങ്ങനെ ഓരോരോ കാറ്റഗറികൾക്കും ഓരോന്നിനും അതിൻ്റെതായ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എഞ്ചിനീയറിംഗ് കോഴ്സുകൾ. ആ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്ത BTech കോഴ്സസ് അണ്ടർ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, നമ്മൾ KTU എന്ന് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന KTU എന്ന് പറയുന്നത്, കേരള യൂണിവേഴ്സിറ്റി ആൻഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് BTech ഫുഡ് ടെക്നോളജി അണ്ടർ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് അണ്ടറിലുള്ള എല്ലാ BTech കോഴ്സുകളിലേക്കും എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഫിസിക്സ്, മാത്തമാറ്റിക്സ് ആസ് കമ്പൽസറി. Okay, with the physics and mathematics as compulsory and chemistry as one of the optional subject with at least 45% mark put together. എന്ന് വെച്ചാൽ ടോട്ടൽ 45% മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി കെമിസ്ട്രി ഇല്ലാത്ത ആളുകൾക്ക് കമ്പ്യൂട്ടർ സയൻസ്. ഇനി കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും ഇല്ലെങ്കിൽ ബയോടെക്നോളജി പരിഗണിക്കും. കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും ബയോടെക്നോളജിയും ഇല്ലെങ്കിൽ ബയോളജി പരിഗണിക്കും. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ആർക്കിടെക്ചർ കോഴ്സിലേക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞ നാറ്റ എക്സാം എഴുതുന്നതിന്റെ കൂടെ +2 നോ കാൻഡിഡേറ്റ് ഷോൾ ബി അഡ്മിറ്റഡ് ടു ആർക്കിടെക്ചർ കോഴ്സ് അൺലെസ് he or she passed 12th examination. Okay, now physics, mathematics as compulsory subjects along with either chemistry or biology or technical vocational subject, computer science. അങ്ങനെ ഒരുപാട് ചോയ്സസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഫിസിക്സ് മാത്തമാറ്റിക്സ് കമ്പൽസറിയുടെ കൂടെ കെമിസ്ട്രിയോ അതല്ലാതെ മറ്റ് ഈ പറയുന്ന എഞ്ചിനീയറിംഗ്, ഗ്രാഫിക്സ്, ബിസിനസ് സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 45% മാർക്സ് ഇൻ അഗ്രിഗേറ്റ്. ഇതാണ് ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ആർക്കിടെക്ചർ കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ നാറ്റ എക്സാം ആണ് ക്ലിയർ ചെയ്യേണ്ടത് ഓൺ ഓർ ബിഫോർ June 30th. BPharm എല്ലാവരും നോക്കുന്ന മറ്റൊരു കോഴ്സാണ് BPharm. BPharmലേക്കുള്ള ക്രൈറ്റീരിയ 12th എക്സാമിനേഷൻ പാസ്സായിരിക്കണം, ബോർഡ് ഓഫ് എക്സാമിനേഷൻ, വിത്ത് ഇംഗ്ലീഷ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട്സ്. ഇംഗ്ലീഷ് നിർബന്ധമായിട്ടുണ്ടാവണം. ആൻഡ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഓർ /ബയോളജി ആസ് ഓപ്ഷണൽ സബ്ജക്ട്സ് ഇൻഡിവിജ്വലി ആർ എലിജിബിൾ. ഇതാണ് ക്രൈറ്റീരിയ. ഓക്കെ, നൗ റിലാക്സേഷൻ ഇൻ മാർക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിനിമം ഏജ് ആപ്ലിക്കൻറ്റ് ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് 17 years. ഏത് ഡേറ്റ്? 2025, അതായത് ഈ വർഷം ഡിസംബർ 31 ആകുമ്പോഴേക്ക് 17 വയസ്സ് മിനിമം കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് മാത്രമേ ഈ പറയുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. നൗ എക്സാമിനേഷൻ്റെ ഷെഡ്യൂൾ ഏപ്രിൽ 22 മുതൽ 30 വരെ എന്നാണ് പറഞ്ഞിട്ടുള്ള ഡേറ്റ്സ്. അതിൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ എൻട്രൻസ് കമ്മീഷണർ ഉദ്ദേശിക്കുന്ന ഡേറ്റ്സ് ഏപ്രിൽ 24, 25, 26, 27, 28 10 ദിവസങ്ങളിലായിട്ട്. ദാറ്റ് മീൻസ് 5 ദിവസങ്ങളിലായിട്ട് 5 ഷിഫ്റ്റുകളാണ്. 2 PM to 5 PM മാത്രമേ ഉള്ളൂ, മോർണിംഗ് ഷിഫ്റ്റ് ഇല്ല. ഈ 2 ഡേയ്സ് അപ്പുറം ബഫറായിട്ടാണ്. അഥവാ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ഈ പറയുന്ന ഡേറ്റുകളിൽ നിന്ന് മാറ്റം വരുത്തേണ്ടി വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാനുള്ള ഡേറ്റുകളായിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഏപ്രിൽ 24 മുതൽ 28 വരെ 5 ദിവസങ്ങളിലായിട്ടാണ് കീം എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. ആഫ്റ്റർനൂൺ ആണ് എക്സാം. 2 PM to 5 PM 3 hour ആണ് എക്സാം. എക്സാമിനേഷന്റെ പാറ്റേൺ നമുക്ക് പറയാം. ഇനി അപ്ലിക്കേഷൻ ഫീയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കാറ്റഗറി എഞ്ചിനീയറിംഗ് ഓർ BPharm. എഞ്ചിനീയറിംഗോ BPharmോ, അതായത് നിങ്ങൾ എൻട്രൻസ് എക്സാം എഴുതുന്നു
എഞ്ചിനീയറിംഗിനോ ബിഫാമിനോ കയറണമെങ്കിൽ നിർബന്ധമായിട്ട് ഈ എൻട്രൻസ് എക്സാം എഴുതണം. അങ്ങനെ എഴുതുമെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 875, SC 375, ST കാറ്റഗറിക്ക് ഫീസ് ഒരു കാറ്റഗറിയിലും ഇല്ല. ഇനി എഞ്ചിനീയറിംഗ് ആൻഡ് ബിഫാം, ആ എക്സാം എഞ്ചിനീയറിംഗിനും ബിഫാമിന്റെയും റാങ്ക് ലിസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ 1125 രൂപയാണ് ജനറൽ കാറ്റഗറിയിലെ ഫീ. ആർക്കിടെക്ചർ, മെഡിക്കൽ, അലൈഡ് ഇതൊക്കെയാണ് പറഞ്ഞത്. ആർക്കിടെക്ചർ ഓൺലി, മെഡിക്കൽ ആൻഡ് അലൈഡ് ഓൺലി ഓർ ബോത്ത്. ഇതിന്റെ പ്രത്യേകത, ഈ കാറ്റഗറി സിയുടെ പ്രത്യേകത, നമ്മൾ അതിൽ എൻട്രൻസ് എക്സാം എഴുതുന്നില്ല. സോ മെഡിക്കൽ അലൈഡിന് നീറ്റും ആർക്കിടെക്ചറിന് നാറ്റും ആണ്. സോ എൻട്രൻസ് എക്സാമിനർ അല്ലെങ്കിൽ കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻസ് നടത്തുന്ന എൻട്രൻസ് എക്സാം അല്ല എഴുതുന്നത്, വേറെ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് അതിന്റെ സ്കോർ നമ്മളിവിടെ കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. സോ അതിന്റെ ബേസിക്കലി ഒരു പേപ്പർ വർക്ക് മാത്രമേ ഉള്ളൂ. എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു വിഷയം എൻട്രൻസ് കമ്മീഷണർക്ക് ഇല്ല. സോ അങ്ങനത്തെ സാഹചര്യത്തിൽ 625. ഇനി മെഡിക്കൽ കോഴ്സുകളിലേക്കും നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗിനും ഓപ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അതായത് ബോത്ത് എ ആൻഡ് സി, അതായത് സി എന്ന് പറയുമ്പോൾ ആർക്കിടെക്ചർ, മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതാത്ത കാറ്റഗറിയും, അതേപോലെ തന്നെ എ എന്ന് പറഞ്ഞ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി ഏതെങ്കിലും ഒന്നും പരിഗണിക്കുകയാണെങ്കിൽ 1125. ഇനി എല്ലാം മെഡിക്കലും എഞ്ചിനീയറിംഗ് ഫാർമസി എല്ലാം ഇൻക്ലൂഡഡ് ആണ് എങ്കിൽ 1300. ഇതാണ് ഫീസിന്റെ കാറ്റഗറൈസേഷൻ. ഇനി വേറൊരു പ്രത്യേക കാര്യം പറഞ്ഞിരിക്കുന്നത്, ദുബായ്, ബഹ്റൈൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ സെന്ററുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ചില സെന്ററുകൾ സഫീഷ്യന്റ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ എന്നും പറയുന്നുണ്ട്. സോ ദുബായ്, ബഹ്റൈൻ പോലുള്ള എക്സാമിനേഷൻ സെന്റർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് കൂടാതെ, ആപ്ലിക്കേഷൻ ഫീ കൂടാതെ 15,000 rupees നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. ഡോക്യുമെന്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ടു ബി അപ്ലോഡഡ് അലോങ് വിത്ത് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ. സാധാരണ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. SSLC ഓർ ഇക്വലന്റ് സർട്ടിഫിക്കറ്റ്, പ്രൂഫ് ഓഫ് നാഷണാലിറ്റി, നേറ്റിവിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്. നേറ്റിവിറ്റി എന്ന് പറയുന്നത് SSLC സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് കാണിക്കുന്ന സ്ഥലം തന്നെ മതിയാവും. ഡേറ്റ് ഓഫ് ബർത്തിനുള്ളതും അത് തന്നെ മതിയാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. കൂടാതെ റിസർവേഷൻ ഉണ്ട് എങ്കിൽ അതിന് വേണ്ട അതർ സർട്ടിഫിക്കറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഫോർ കമ്മ്യൂണൽ ഓർ സ്പെഷ്യൽ റിസർവേഷൻ. അതിൽ തന്നെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഫോർ സ്റ്റേറ്റ് ഗവൺമെന്റ് എഡ്യൂക്കേഷൻ പർപ്പസ് വില്ലേജ് ഓഫീസറിൽ നിന്നുള്ളതാണ് വേണ്ടത്, OBC NCLന്റെ. അതേസമയം SC ST സ്റ്റുഡൻസിന് അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടത് തഹസിൽദാറിന്റെ കയ്യിൽ നിന്നാണ്. സോ അതൊക്കെ നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിലബസ് കൊടുത്തിട്ടുണ്ട്. സിലബസിൽ കാര്യമായ ഡിഫറൻസസ് ഒന്നുമില്ല. നൗ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ടോട്ടൽ ഒരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടൈം ലൈൻ. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് February 20 അത് എൻഡ് ചെയ്യുന്നത് March 10 വൈകുന്നേരം 5 മണിക്കാണ്. അഡീഷണൽ ഡോക്യുമെന്റ്സ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പോലുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് March 15 വരെ സമയമുണ്ട്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന ഡേറ്റ് April 10 പറഞ്ഞിട്ടുള്ളത്. അതായത് April 24 എക്സാം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഇപ്പോഴുള്ള ഷെഡ്യൂൾ. ഡേറ്റ്സ് ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ 22 to 30, April 22 മുതൽ 30 വരെ. അതിൽ 24 to 28 എക്സാം നമ്മൾ കണ്ടത്. ബാക്കിയുള്ള 2 ദിവസങ്ങൾ അപ്പുറം ബഫർ ഡേയ്സ് ആണ്. ഇനി എക്സാമിനേഷൻ വെന്യൂ എവിടെയാണെന്നുള്ള അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. റിപ്പോർട്ടിംഗ് ടൈം ടു എക്സാമിനേഷൻ സെന്റർ. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മണിക്കാണ്. ലാസ്റ്റ് എൻട്രി ടു എക്സാമിനേഷൻ സ്റ്റാർട്ട്സ്, എക്സാമിനേഷൻ എൻഡ്സ്. 2 മണി മുതൽ 5 മണി വരെയാണ് എക്സാം. 2 മണിക്കുള്ള എക്സാമിന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് 12 മണിക്കാണ്. എൻട്രി ടു എക്സാമിനേഷൻ ഹാൾ 1:30 PM, മോക്ക് ടെസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് എൻട്രി 1:50 PM വരെയാണ് ലാസ്റ്റ് എൻട്രി ഉള്ളത്. അതൊക്കെ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസോടുകൂടി മനസ്സിലാക്കാം. ഓക്കെ. ഇനി എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾക്ക് അലോ ചെയ്തിട്ടുള്ള അഡ്മിറ്റ് കാർഡ്, ഫോട്ടോ ID പ്രൂഫ്, അഡ്മിറ്റ് കാർഡ്, പിന്നെ ട്രാൻസ്പാരന്റ് ബോൾ പോയിന്റ് പെൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. റഫ് വർക്ക്, പേപ്പേഴ്സ് ഫോർ റഫ് വർക്ക് വിൽ ബി പ്രൊവൈഡഡ് ഇൻ ദ എക്സാമിനേഷൻ ഹാൾ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. എക്സാമിനേഷന്റെ പാറ്റേൺ 75 മാത്തമാറ്റിക്സ്, 45 physics, 30 chemistry. So total you have 150 questions and the time is 180 minutes. അല്ലെങ്കിൽ 3 hours ആണ് സമയം. ഓക്കെ. ഇനി നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് ഫാർമസിക്ക് വേണ്ടിയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫാർമസിയാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രിയുടെ 45, 30, അതായത് 75 ക്വസ്റ്റ്യൻ. ബിഫാം ആണ് എങ്കിൽ 75 ക്വസ്റ്റ്യൻ, 90 minutes ആണ് നമ്മുടെ ടൈം. 1.5 മണിക്കൂർ സമയം ഫിസിക്സ്, കെമിസ്ട്രി സെക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ടോട്ടൽ 180 minutes, 150 questions ഉണ്ടാവുക. ഒരു
ജെഇ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസിനേക്കാളും ലെവൽ കുറവായിരിക്കും. കാരണം ജെഇ മെയിൻസിന് 3 മണിക്കൂറിന് 75 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. എന്നുവെച്ചാൽ അതിന്റെ ഡബിൾ എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. ബട്ട് ഡിഫറൻസ് ഉള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെയിറ്റേജ് ഡിഫറൻറ്റ് ഉണ്ട്. ജെഇ മെയിൻസിന് ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ ഇവിടെ മാത്സിന് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ടോട്ടൽ 150-ലെ 50% ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്നാണ്. അതേപോലെ 30% ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ നിന്നാണ്. 20% ക്വസ്റ്റ്യൻസ് അതായത് 5:3:2 ആ റേഷ്യോയിലാണ് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി വരുന്നത്. സോ ആ ഒരു വ്യത്യാസം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. ഫാർമസിക്ക് 75 ക്വസ്റ്റ്യൻസ്, 90 മിനിറ്റ്സ് ആണ് എക്സാമിനേഷൻ പാറ്റേൺ. മറ്റ് ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ റഫ് വർക്കിനുള്ള പേപ്പർ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ട്, ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ് മെയ് 10 മുന്നേ, ഓൺ ഓർ ബിഫോർ മെയ് 10 ആണ് പറഞ്ഞിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് അതിന് ശേഷം. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ്സ് ടു ബി പ്രൊഡ്യൂസ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, അഡ്മിഷൻ്റെ സമയത്തേക്കുള്ള കാര്യമാണ്. അതൊക്കെ സ്വാഭാവികമായിട്ടും അലോട്ട്മെന്റ് മെമ്മോ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കാവുന്നതാണ്. സിലബസിൽ കാര്യമായ ഡിഫറൻസസ് ഒന്നും വന്നില്ല. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ എന്തൊക്കെയാണോ ഉള്ളത് അത് തന്നെയാണ്. അതായത് ജെഇ മെയിനും നീറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന സിമിലർ സിലബസ് ആണ് കീമിൻ്റെ സിലബസിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷമൊക്കെ 12th സിലബസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം സിലബസ് കൃത്യമായിട്ട് അവർ ടോപ്പിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേറൊരു കാര്യം പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്, കറക്റ്റ്, അതായത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്, അതുകൊണ്ട് കറക്റ്റ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ആണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സിലബസിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ളതൊന്നും കാര്യമായ ഒരു പ്രശ്നമല്ല. ഏതായാലും വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ അപ്ലൈ ചെയ്യാനുള്ളൂ. നിർബന്ധമായിട്ടും ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.